സാബിക്കയെ കാണാനായിട്ടായിരുന്നു ഞാൻ ആദ്യമായി പെറ്റ് സ്റ്റേഷനിലോട്ട് പോയത്. പക്ഷെ അവിചാരിതമായിട്ടായിരുന്നു സഫ്വാൻ എന്ന പുതിയൊരു സുഹൃത്തിനെ എനിക്ക് ലഭിച്ചത്. പെറ്റ് സ്റ്റേഷനിലെ കാഴ്ചകൾ ഞാൻ മുഴുവനായി കണ്ടു, സന്തോഷത്തോടെ. കാഴ്ചകൾ മൊത്തമായി എനിക്ക് കാണിച്ചു തന്നത് ഈ സഫ്വാനാണ്. അവൻ്റെ ചിരി പോലെ തന്നെയായിരുന്നു പെറ്റ് സ്റ്റേഷനിലെ ഓരോ കാഴ്ചകളും. നിങ്ങളും കാണണം സന്തോഷത്തോടെ ഈ കാഴ്ചകൾ. എത്ര മനോഹരമായാണ് ഇവർ ഓരോ ഭാഗവും നിർമ്മിച്ചിരിക്കുന്നത്. അവിടുത്തെ ജീവജാലങ്ങളോട് കാണിക്കുന്ന പരിഗണന കാണുമ്പോഴറിയാം അവിടുള്ളവരുടെ നന്മ. ഇതുവരെ കാണാത്ത എത്രയോ ജീവജാലങ്ങൾ, പക്ഷികൾ, മീനുകൾ, അങ്ങനെ എത്ര ജീവജാലങ്ങളെ വളരെ സുന്ദരമായാണ് അവർ അവിടെ ഒരുക്കിയിരിക്കുന്നത്. മീനുകളെല്ലാം കടൽ തിട്ടയിലെന്ന പോലെ അക്വേറിയങ്ങളെ ഒരുക്കിയിരിക്കുന്നു. ഇത്രയും പാമ്പുകളെയൊക്കെ ഒരുമിച്ച് കാണുന്നത് ആദ്യമായാണ്. സാബിക്കയുടെ വീഡിയോകളിൽ മാത്രം കണ്ടിരുന്ന ടോർക്കിനെയും ഓറിയോയും എല്ലാം കാണാൻ പറ്റി. എന്ത് വൃത്തിയായാണ് അവർ ഓരോ മേഖലയും കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഈ ഭൂമിയിൽ എത്രയെത്ര ജീവജാലങ്ങളെയാണ് ഇത്രയും മനോഹരമായി ദൈവം സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത്. ആ ദൈവത്തിൻ്റെ ചെറിയൊരു സൃഷ്ടി മാത്രമായ മനുഷ്യൻ അവൻ്റെ തിരക്കുകൾക്കിടയിൽ ഇതുപോലുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കണം. വളരെ നല്ലൊരു സ്ട്രെസ് റിലീഫ് സെൻറ്റർ തന്നെയാണ് പെറ്റ് സ്റ്റേഷൻ. കുട്ടികളെക്കാളും മുതിർന്നവർക്കും സന്തോഷം നൽകുന്ന കാഴ്ചകൾ. ആരാണാവോ ഇത്രയും മനോഹരമായി ഇൻറ്റീരിയർ ചെയ്ത് പെറ്റ് സ്റ്റേഷനെ കൂടുതൽ സുന്ദരമാക്കിയത്? കണ്ണൂർ വഴി പോകുന്നവർ ഒരിക്കലെങ്കിലും പെറ്റ് സ്റ്റേഷനിൽ പോകണം. ഇവിടെയുള്ളവരെ അറിയണം, ഇവിടുത്തെ സുന്ദരമായ കാഴ്ചകൾ അറിയണം.
സാബിക്കയെ കാണാൻ വേണ്ടി പോകുന്നവർ സഫ്വാനെയും കാണണം, വിശേഷങ്ങൾ പങ്കിടണം. അത്രയ്ക്ക് സുന്ദരമാണ് സഫ്വാനും ഇവിടുത്തെ ആളുകളും ഇവിടുത്തെ ജീവജാലങ്ങളും.